എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് വെറൈറ്റി ചായ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് വെറൈറ്റി ചായ. നമ്മുടെ നാട്ടിൽ ചായ അല്ല, മുംബൈയിൽ ചായ എന്ന് പറയുന്നത് വേറെ ലെവലാണ്, വേറെ ടേസ്റ്റാണ്. അതന്നെ ഒരു വെറൈറ്റി ചായ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ ചായയിൽ നല്ല പോലെ ഏലക്കായി അതുപോലെ വേറെ എന്തോ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിക്നെസ് ഉണ്ട്, നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു വേറെ ഫ്ലേവറാണ് എനിക്കിത് കുടിക്കുമ്പോൾ കിട്ടുന്നത്. ആ ചായക്ക് ഞാൻ ഏകദേശം 5 റേറ്റിങ്ങിൽ 4 കൊടുക്കും കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ചായ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 10 രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി ഇല്ലയെന്ന് മാത്രം, ചെറിയ ഗ്ലാസ്സായിട്ട്. നമ്മൾ അടുത്ത ചായ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇങ്ങോട്ടാണ് ഈ ചേട്ടൻ്റെ തൊട്ടൊക്കെ നമ്മൾ പോകണേ. ഇതാണ് അടുത്ത ചായ. നല്ല കടുപ്പ് കയറി ചായ കേട്ടോ, നല്ല കടുപ്പ് കയറി ചായ. ഇപ്പോൾ കുടിച്ച ചായക്ക് കടുപ്പം നല്ല കടുപ്പാട്ടോ. നമ്മൾ നേരത്തെ കുടിച്ച ചായക്കാളും നല്ല കടുപ്പുണ്ട്. പിന്നെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ചും കൂടെ. അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് വ്യത്യാസം. ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലാണ്, പിന്നെ കുറച്ച് കടുപ്പുണ്ട്. ഏലക്കായ അത്രക്കില്ല, ഏലക്കായുടെ എസൻസ് കുറവാണ്. മിക്കവാറും ഞാൻ ചായ കുടിച്ച് മരിക്കും തോന്നുന്നു. സത്യം പറഞ്ഞാൽ ചായയും കാപ്പിയൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്, ഫേവറേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കുടിക്കാത്തത്. പക്ഷേ ഇന്നിപ്പോൾ ഡയറ്റൊക്കെ ഞാൻ കളഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡിഫറെൻറ്റ് വെറൈറ്റി ചായ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. അത് മുംബൈയിലെ, കാരണം നമ്മുടെ നാട്ടിലെ ചായ അല്ല, വളരെ ഡിഫറെൻറ്റാണ്. നമുക്ക് ഇവിടെ ഒന്ന് കയറി കേട്ടോ, ഇവിടുത്തെ ചായ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ കടയിലൊന്ന് കയറി വെക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിലാട്ടോ ഒരു ചായ ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഗ്ലാസ്സിൽ. അപ്പോൾ ഈ ചായ ഈ കാലി ചായ മാത്രം എങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബൺ മസ്കയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ബൺ മസ്ക. മുംബൈയിലെ ബൺ മസ്കയും അതുപോലെ ചായ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേറെ വൈബാണ്, ഒരു വല്ലാത്ത വൈബാണ് അത്. നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് വല്ലാത്ത രസമാട്ടോ. ഈ ബൺ മസ്ക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് നല്ല വെണ്ണ അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടാവും. അടിപൊളിയാണ് സാധനം, പൊള്ളി സാധനം എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്ക് ഇത് രണ്ടും കൂടെ ഒരു നല്ല കോംബോ ആണ്. ഇതിൽ മുക്കി കഴിക്കണം, അതിനില്ലായിരുന്നു, അത് തീർന്നു പോയി. ഇത് വെറും ഇപ്പം 4 ഗ്ലാസ്. അടുത്ത് നമ്മളിത് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് വേറെ ഐറ്റം ചായ കേട്ടോ, നല്ല കടുപ്പുള്ള ചായ തന്നെയാണ്, പക്ഷെ ഇത്തിരി വ്യത്യാസമുണ്ട് ഫ്ലേവറിന്. പിന്നെ എനിക്ക് ചായ കുടിച്ച് എല്ലാ ചായ ഇപ്പോൾ ഒരേപോലെ ആയിട്ടുണ്ട് ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കുടിച്ച ചായ ഇല്ലേ, ഈ ചായക്ക് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്ലേവർ നോക്കുമ്പോൾ നല്ല പോലെ ഏലക്കായുടെ ഫ്ലേവർ ഉണ്ട്, പിന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കടുപ്പുള്ള ചായയായിരുന്നു. അപ്പോൾ എനിക്കിതിന് റേറ്റിംഗ് 5ൽ 5 കൊടുക്കാം. പക്ഷേ ക്വാണ്ടിറ്റി അധികം ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഏലക്കായ ഉണ്ടായിരുന്നു കേട്ടോ. മധുരം പാകമായിരുന്നു, ഒരു മധുരം ഓവറായിട്ട് ഒട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൽ 5ൽ 5 കൊടുക്കാൻ പറ്റും കേട്ടോ. 5ൽ 5 എനിക്ക് കൊടുക്കാൻ പറ്റും. നല്ല ചായ ആയിരുന്നു. ഞാൻ അങ്ങനെ നോക്കുകയാണ് ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്, അടുത്ത ചായ തപ്പാൻ വേണ്ടി. അപ്പോഴാണ് തൊട്ടടുത്ത് ഒരു സുട്ടു ചായ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. സെറ്റപ്പ് സംഭവമാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഇതുപോലൊരു മഡ് പോട്ടിലാണ് ചായ തരുന്നത്, മഡ് പോട്ടിലെ ചായയാണ്. ഇത് വേറൊരു ടേസ്റ്റ് കേട്ടോ, നമ്മൾ കുടിച്ച ടേസ്റ്റ് ഒന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണിത്.
അതുപോലെ തന്നെ ആ ചായ മഡിൻ്റെ ഇത് ഗ്ലാസിൻ്റെ ഒക്കെ എന്തൊക്കെ ഒരു പ്രത്യേകത ചായയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റാണ്. ചായ പെട്ടെന്ന് തീർന്നു. എങ്ങനെ നോക്കിയാലും ചായ കൂടി പെട്ടെന്ന് കഴിയും, കാരണം ക്വാണ്ടിറ്റി. ഇതൊരു ആക്ച്വലി വെറൈറ്റി ചായ കേട്ടോ. അതായത് മഡ് പോട്ടിലൊക്കെയാണ് ചായ. അത് നമ്മളിങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. മഡ് പോട്ടിലൊക്കെ ചായ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് സ്പോട്ട് വേറെ ഒന്നുമല്ല, ചായ് സുട്ടു ബാറാണ് കേട്ടോ. ഇത് നമ്മൾ പോണത് തൊട്ടടുത്ത് ചായ് സുട്ടു ബാറിന് തൊട്ടടുത്തുള്ളൊരു ടീ ഷോപ്പിലോട്ടാണ്. ഇവിടെ 10 രൂപയുടെ ടീ ആണ്, വെറും 10 രൂപ ടീ വേറൊരു ക്ലാസ്സിലാണ് നമുക്ക് തരുന്നത്. നല്ല കടുപ്പുള്ള വേറൊരു ചായ കേട്ടോ. ഈ കുടിച്ച ചായയല്ല, വ്യത്യാസമുള്ളൊരു ചായയാണ് കേട്ടോ. നല്ല കടുപ്പുണ്ട്. ക്വാണ്ടിറ്റി ഒക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. എനിക്കാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ചായ കുടിക്കണം, എനിക്കിതൊന്നും പോരാ. ഈ ചായ നല്ല കട്ടിയുണ്ട്. ഇതിൽ ഏലക്കായ് മാത്രം കേട്ടോ, വേറെ എന്തോവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല കട്ടിയുണ്ട് ചായ കണ്ടോ, നല്ല കട്ടിയുള്ള ചായ. എന്തോ ഒരു സ്മെല്ലും ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവും, എന്താ സ്മെല്ലെന്ന് മനസ്സിലാവില്ല. നല്ല കട്ടിയുണ്ട്, ഉണ്ടായിരുന്നു നല്ല കട്ടിയുണ്ട് ചായ. അപ്പോൾ നേരത്തെ കുറിച്ച് ചായ അല്ലേ നമ്മൾ സുട്ടു ചായ, ഷോപ്പിൻ്റെ പേര് മാറും. നേരത്തെ കുറിച്ച് ചായ ഇല്ലേ, ചായ സുട്ട ബാർന്ന്, അതിൻ്റെ തൊട്ടടുത്താട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടുപ്പുണ്ട് ചായ, നല്ല കടുപ്പുള്ള ചായ, നല്ല കടുപ്പുണ്ട്, നല്ല കടുപ്പുള്ള ചായ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പം നേരത്തെ നമ്മൾ ചായ കുടിച്ചില്ലേ, ചായ സുട്ട. അപ്പോൾ നേരത്തെ നമ്മൾ ചായ കുടിച്ചില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടത്, തൊട്ടടുത്താണ്, അയൽവാസികളാണ്. അപ്പോൾ നല്ല ചായ, നല്ല ചായയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് 5-ൽ 5 കൊടുക്കാം റേറ്റിംഗ്. ഓക്കെ, അവിടുത്തെ നമുക്ക് 5-ൽ 5 കൊടുക്കാം സെറ്റപ്പും. പക്ഷെ അവിടുത്തെ ചായക്ക് 20 രൂപയാണ്, ഇവിടെ 10. ഇവിടുത്തെ ചായൻ്റെ പ്രത്യേകത എന്താ പറയുക, 10 രൂപയുള്ള ചായക്ക് വെറും 10 രൂപ. അതായത് നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ ഏലക്കായി അല്ലാത്ത വേറെ എന്തോ കൂടെ ചായയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചായക്ക് 5-ൽ 5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ചായ നമുക്ക് മഡ് പോട്ടിലൊക്കെ തന്നു, മഡ് ഗ്ലാസ്സിലൊക്കെയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എന്നാലും എന്താ പറയുക, 20 രൂപ കുറച്ച് കൂടുതലല്ലേ, 20 രൂപ കൂടുതലല്ലേ എനിക്കത് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ അവർ ബ്രാൻഡാണ്, അപ്പോൾ അതുകൊണ്ട് അവർ 20 രൂപ വെക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ അവിടെ 5-ൽ 4 കൊടുക്കുന്നുള്ളൂ. ഞാൻ ഇനി ചായ കുടിക്കാൻ പോകുന്നത് ഇവിടുന്ന് കേട്ടോ. ഇത് സാധാരണ ചായയാണ്, റോഡ് സൈഡിലുള്ള ചെറിയൊരു കടയിൽ നിന്ന് കുടിക്കുന്ന ചായ കേട്ടോ. അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുടിക്കുന്ന സാധാ നോർമൽ ചായയാണ്, വലിയ കടുപ്പൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചായ. സമയം രാവിലെ 7 മണി കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചായയാണിത്. അപ്പം ചായ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവം ചായ ഒന്നുമല്ല, പക്ഷെ ഒരു നോർമൽ ചായ, അത്രേ ഉള്ളൂ ഗൈസ്. ചായ കുടിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ കാണിച്ചു തരാൻ തോന്നിയത്. ഈ ചായയിൽ ഏലക്കായ ഒന്നും കേട്ടോ, ഇഞ്ചിയാണ് കൂടുതൽ. ഇഞ്ചി ചായ കടുപ്പം കുഴപ്പമില്ല, ഇഞ്ചിയാണ് കൂടുതൽ. ഇഞ്ചിയുടെ ടേസ്റ്റ് ചായ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല കടുപ്പമാണ്. ഇത് അത്ര പോരാ സത്യം പറഞ്ഞാൽ. അതെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടകളാണ്. അപ്പോൾ ചെറിയ ചെറിയ കടകളിൽ എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നും കാണില്ല, സാധാരണ ചായ. അതിലാകെ അവരുടെ ഇഞ്ചിയാണ്, കാരണം ഈ ഏലക്കായ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ 10 രൂപയുടെ ബഡ്ജറ്റിനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ചായക്ക് കിട്ടും. അപ്പോൾ നമ്മളത് കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കുറ്റം പറയരുത്. ചായ ഏതായാലും ചായ കുടിക്കുക, കുറ്റമൊന്നും പറയാൻ പാടില്ല, മനസ്സിലായല്ലോ. ഇത് ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള ഷോപ്പാട്ടോ. പണ്ടൊക്കെ ഇവിടുന്നായിരുന്നു സ്ഥിരമായിട്ട് ചായ കുടിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചായ എന്ന് പറയുന്നത് വെറും ഇഞ്ചിയാണ്, ഇഞ്ചി ചായ, കംപ്ലീറ്റ് ജിഞ്ചറാണ്, ജിഞ്ചർ ടീ എന്ന് പറയാൻ പറ്റും. ഗൈസ്, ഇത് എത്രാമത്തെ ചായ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ചായ നമ്മൾ
ഇതിന് മുമ്പ് കുടിച്ച ചായ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാടുണ്ട് കേട്ടോ. ഏലക്കായൊന്നുമില്ല, നോർമൽ ചായയാണ്. കടുപ്പം അതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റ് അതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. ഇഞ്ചിയാണ് കൂടുതൽ, ഇഞ്ചിയുടെ ആ ഫ്ലേവർ നല്ല പോലെ ഉണ്ട്. മധുരം ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട് മധുരം. സാധാരണ മധുരം കുറവായിരിക്കും, പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് എന്തോ വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ ജലദോഷമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുടിക്കുക, ചുക്ക് കാപ്പി കുടിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഒരു ടേസ്റ്റ്. തൊണ്ടവേനക്ക് ബെസ്റ്റാട്ടോ. തൊണ്ടവേന ജലദോഷമൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലത്തെ ചായ കുടിച്ചാൽ ബെസ്റ്റാണ്. നമുക്ക് റേറ്റിംഗ് എത്ര കൊടുക്കാൻ അറിയോ? 4 കൊടുക്കാം അല്ലേ? അത് 5 കൊടുക്കണം. നിങ്ങൾ പറ. എന്തായാലും 4 കൊടുക്കട്ടോ. നമുക്ക് 4 കൊടുക്കാം. കാരണം ഇഞ്ചിയാണ് കൂടുതൽ, ഇതിൽ ഏലക്കായ ഇല്ല. 10 രൂപയാണ്, അതിനനുസരിച്ച് ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ അല്ലേ? എന്തായാലും 4 കൊടുക്കാം അല്ലേ? മൺപോട്ടിലുള്ള ചായ കേട്ടോ ഇത്. ഈ ചായക്ക് ഭയങ്കര പ്രത്യേകതയാണ്. ഈ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ചായ ഒന്നുമല്ല, ഒരു വെറൈറ്റി ചായ. കുലാടി ടീ ആണ്, കുലാടി ടീ മഡ് പോട്ടിലൊക്കെ. ഇപ്പം ഞാൻ കുടിച്ച ചായ കുലാടി ടീ ആണ് കേട്ടോ. കുലാടി ടീ എന്ന് പറഞ്ഞാൽ മഡ് പോട്ടിലാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ ചായക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ചായ തന്നെയാണ്, പക്ഷെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏലക്കായൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായക്ക്. പിന്നെ മധുരമൊക്കെ നോർമലായിരുന്നു, വലിയ കുഴപ്പമില്ല. ഓവർ മധുരമല്ല, നോർമലായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കുലാടി ടീ എന്ന് പറഞ്ഞാൽ വേറെ സ്പെഷ്യലാണ്, അതൊരു വേറെ സ്പെഷ്യൽ ടീ ആണ്. നമ്മൾ നമ്മൾ കുടിക്കുന്ന ടീയേ അല്ല കേട്ടോ, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടീ ആണ്. ഇനി നമ്മൾ കുടിക്കാൻ പോകുന്നത് വേറെ ചായ കേട്ടോ. ഇത് വേറെ ചായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചായ തന്നെയാണ്, പക്ഷെ ഒരു വെറൈറ്റി ചായയാണ് കേട്ടോ. ഇത് കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചായൻ്റെ ഗ്ലാസ് കാലിയായപ്പോഴായിട്ട് എടുക്കാൻ തോന്നിയത്. ഇത് കാണിച്ചാൽ എപ്പോഴും തോന്നിയത് കാലിയാകുമ്പോൾ മാത്രമാണ്. ചായ കുടിച്ച് മടുത്തു സത്യം പറഞ്ഞു. കാരണം എന്താ, ഈ ഇഞ്ചി ചായ എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരുമാതിരി കഷായം കുടിക്കണ പോലെ. ഇപ്പം കാണുന്നിടത്ത് മുഴുവൻ ഞാൻ ഓടി നടന്ന് ചായ കുടിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുംബൈ താനേരാട്ടോ. അപ്പം താനേരെ ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടിക്കാൻ പോകുന്നത് വെറൈറ്റി ചായകൾ കിട്ടുന്ന ഷോപ്പാട്ടോ. അത് ജാഗ്രിയുടെ പല വെറൈറ്റി ഉണ്ട്. ജാഗ്രി ടീ, ജാഗ്രി ലെമൺ ടീ, ജാഗ്രി ഗ്രാസ് ടീ, തുളസി ടീ, എല്ലാം ജാഗ്രി മാത്രം ഇട്ടിട്ടുള്ള നമ്മുടെ ശർക്കര, ഇന്ത്യയിൽ ഗൂഡ് എന്ന് പറയും, ഗൂഡ്, അതിൻ്റെ ചായകളാട്ടോ. നല്ല അടാറ് ടേസ്റ്റാണ്. 12 രൂപയാണ് ഇവിടുത്തെ. ഏത് ചായ എടുത്താലും 12 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് പറഞ്ഞിട്ടല്ലോ, വളരെ ടേസ്റ്റാണ്. ഈ ശർക്കര ഇട്ട ചായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ സാധാരണ കുടിക്കുന്ന ചായയല്ല, അത് വേറെ. അതിൻ്റെ കളർ നോക്കി നിങ്ങൾ, അത്ര റെഡിഷ് ചായ അല്ല. ഹലോ ഗൈസ്, ജാഗരി ടീ ആണ്, ജാഗരി ടീ. ഇതൊരു കുടിക്കാത്തൊരു സ്പെഷ്യൽ ടീ ആട്ടോ, ജാഗരി ടീ. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എന്തൊക്കെയാണ്? മിൽക്ക് ടീ, നാച്ചുറൽ ജാഗരി ടീ പൗഡർ. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എന്താ അറിയോ? ചായപ്പൊടി, അതുപോലെ തന്നെ പാല്, ജാഗരി, ഈ 3 ഐറ്റംസ് കൂടിയൊരു സാധനമാണ്. കുടിച്ചു നോക്കട്ടെ. വാവ്, കൊള്ളാം. വെറൈറ്റി ടേസ്റ്റ്, ഒരു വെറൈറ്റി. ഞാൻ കുടിച്ച ചായ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ശർക്കര ഇല്ലേ, ശർക്കര, അതാണ് ഈ ജാഗരി എന്ന സാധനം. അതിങ്ങോട്ട് എന്താ പറയുക, നല്ല പോലെ ഉണ്ട്. പഞ്ചസാരങ്ങൾ നല്ല അഫക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി, നല്ല സാധനമാണ് ജാഗരി എന്ന് പറയുന്നത്. മധുരം അത്യാവശ്യം നല്ല മധുരമാണ്. ജാഗരിയുടെ ഇത് നന്നായിട്ടുണ്ട്. വേറെ സാധനമൊന്നുമില്ല കേട്ടോ. പിന്നുള്ളത് പാലാണ്, ചായപ്പൊടിയാണ്, നല്ല കടുപ്പുണ്ട്. കണ്ണടക്ക് വെച്ചിട്ട് നല്ല ഫോമിൽ പിടിക്കട്ടെ ജാഗരി, എന്നാലേ ഒരു പൊളിയാവും അല്ലേ? എന്നല്ല അതിൻ്റെ രസം. ഇതിൻ്റെ എത്രാമത്തെ ചായയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മൊത്തം ചായ കുടിച്ച് പരീക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരുപാട് ചായ കുടിക്കണം, ഒരുപാട് ചായ, എന്നാലേ ഒരു സമാധാനമാവും. ഈ
ഇത് ഇത്രയും കാലമായിട്ട് ഞാൻ ഈ സംഭവം കണ്ടിട്ടേ ഇല്ല, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. വേറെ എന്തൊക്കെയോ വെറൈറ്റി ചായകളൊക്കെ ഉണ്ട് കേട്ടോ. ജാഗ്രി ലെമൺ ടീ, ജാഗ്രി ലെമൺ ഗ്രാസ് ടീ, ജാഗ്രി തുളസി ടീ, ജാഗ്രി ജിഞ്ചർ ടീ, ജാഗ്രി മസാല ടീ, ജാഗ്രി കോഫി ഉണ്ട്, കോഫി. പിന്നെ ചോക്ലേറ്റ് ടീ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ് ടീക്ക് 12 രൂപ തന്നെയാണ്. ഇതിപ്പോൾ ഏതപ്പം നോക്കുക വേറെ അല്ലേ, നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ കുടിച്ച ചായ ഇല്ലേ, ജാഗ്രിയുടെ ചായയാണോ. ജാഗ്രി മിൽക്ക് ടീ പൗഡർ മിക്സ് ചെയ്ത സൂപ്പർ ചായയാണ് കേട്ടോ. എനിക്ക് റേറ്റിംഗ് 5ൽ 5 കൊടുക്കാൻ തോന്നി. 12 രൂപയാണ്, പക്ഷെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതുപോലെ തന്നെ ജാഗ്രിയുടെ എഫക്ട്സ് കൂട്ടിയിട്ട് നമ്മൾ സാധാരണ കുടിക്കുന്ന ചായയേ അല്ല, ഒരു വേറൊരു വൈബാണ്. 12 രൂപയാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട് ചായക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല എഫക്റ്റ് തോന്നിയിട്ടു, നല്ല ടേസ്റ്റ് തോന്നി. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോയാൽ ഒരുപാട് വെറൈറ്റി ചായ കുടിച്ച് ഞാനൊരു വിധമാവും. ഒരുപാടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വെറൈറ്റി ചായ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട്.